ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ സ്വാഗതം. ഇന്ന് ഞാൻ അക്വേറിയസിന് വേണ്ടിയിട്ട് മന്ത്ലി ഫെബ്രുവരി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ മാച്ച് ആവില്ല. ചില മെസ്സേജസ് മാച്ച് ആവും, ചിലത് മാച്ച് ആവില്ല. അപ്പോൾ മാച്ച് ആവുന്ന മെസ്സേജസ് എടുക്കുക, അക്സെപ്റ്റ് ചെയ്യുക. മാച്ച് ആവാത്ത മെസ്സേജസ് ഒക്കെ ലെറ്റ് ഗോ ചെയ്യുക. ആൻഡ് ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറുടെ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവാൻ തുടങ്ങുക. നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒരു പേഴ്സണലായിട്ട് റീഡിങ്ങും ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് എന്നെ മെസ്സേജ് ചെയ്യുക. എൻ്റെ എല്ലാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം ഹാൻഡിലും ഉണ്ട്. അവിടെയും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ മെസ്സേജ് ചെയ്യാം, അവിടെ ഫോളോ ചെയ്യാം. അവിടെയും ഞാൻ എല്ലാ ദിവസവും ഓൾമോസ്റ്റ് റീഡിങ്സ് ഇടാറുണ്ട്. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ഇപ്പം നിങ്ങളുടെ ഈ റീഡിങ്ങിൽ എല്ലാവരും ചിലപ്പോൾ എനിക്ക് മെസ്സേജസ് ഉണ്ടാവാറുണ്ട്. ഇത് സൺ സൈൻ ആണോ, റാശി സൈൻ നക്ഷത്രമാണോ, എന്താണ് നോക്കേണ്ടത്, അങ്ങനത്തെ ചില മെസ്സേജസ് എനിക്ക് എപ്പോഴും കിട്ടാറുണ്ട്. അപ്പോൾ ടാരോ റീഡിങ്സ് ആവുമ്പോൾ നിങ്ങൾക്ക് സൺ സൈൻ ആൻഡ് മൂൺ സൈൻ ആൻഡ് നക്ഷത്രം എല്ലാം നിങ്ങൾക്ക് വേണിച്ചാൽ നോക്കാം. എന്നുവെച്ചാൽ എല്ലാത്തിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജസ് ഉണ്ടാവും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ചില മെസ്സേജസ് ഞാൻ പറഞ്ഞ മാതിരി എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. അപ്പോൾ ഇവിടെ ചില മെസ്സേജസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവില്ല വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മൂൺ സൈൻ ചെക്ക് ചെയ്യേണ്ട വെച്ചാൽ അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മെസ്സേജസ് റെസൊനേറ്റ് ചെയ്യും. അപ്പോൾ രണ്ടും നോക്കുക. സൺ സൈനിന് വേണ്ടിയിട്ടും നോക്കുക, മൂൺ സൈനിന് വേണ്ടിയിട്ടും നോക്കുക. അപ്പോൾ നിങ്ങളുടെ സൺ സൈൻ ടോറസ് ആണ്, മൂൺ സൈൻ സ്കോർപ്പിയോ ആണ് വെച്ചാൽ രണ്ടും ടോറസ് ആൻഡ് സ്കോർപ്പിയോ രണ്ട് വീഡിയോസും നോക്കാൻ പറ്റും നിങ്ങൾക്ക്. അവിടെ നിങ്ങൾക്ക് രണ്ട് സ്ഥലത്തിനും മെസ്സേജസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് അവിടെ എന്താ മെസ്സേജസ് നമ്മൾക്ക് ഫെബ്രുവരി മാസത്തിന്റെ മെസ്സേജസ് അവിടെ കാണാം. അപ്പോൾ അക്വേറിയസ്, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫെബ്രുവരി മാസത്തിന്റെ റീഡിംഗ് ആണ്. നിങ്ങളുടെ ഓവറോൾ എനർജി ഫെബ്രുവരി മാസത്തിന് വേണ്ടിയിട്ട് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഫെബ്രുവരി മാസത്തിന്റെ ഓവറോൾ എനർജി അക്വേറിയസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഓവറോൾ എനർജി ക്വീൻ ഓഫ് സോർഡ്സ്. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ സെവൻ ഓഫ് പെന്റിക്കിൾസ് ആണ്. ടു ഓഫ് വാൻസ് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി ഫെബ്രുവരി മാസത്തിന്റെ. ഹെർമിറ്റ് ആണ് നിങ്ങളുടെ ഭാവി. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം നൈൻ ഓഫ് കപ്സ്. അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പേജ് ഓഫ് കപ്സ് ആണ്. അറിയാത്ത കാര്യം വരാൻ പോണത് എയ്റ്റ് ഓഫ് കപ്സ്. നിങ്ങളുടെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് നമ്മൾക്ക് എൻഡിൽ നോക്കാം എന്താണെന്ന്. പക്ഷെ നിങ്ങളുടെ ഓവറോൾ എനർജി ഈ മാസം ക്വീൻ ഓഫ് സോർഡ്സ് ആണ് അക്വേറിയസ്. അപ്പോൾ ക്വീൻ ഓഫ് സോർഡ്സ് ഒരു ക്ലാരിറ്റി ഉള്ള പേഴ്സണിന്റെ എനർജിയാണ്. ഈ മാസം നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടേ, നിങ്ങൾക്ക് നിങ്ങളുടെ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ് എല്ലാത്തിലും ക്ലാരിറ്റി ഉണ്ട്. ഒരു കൺഫ്യൂഷൻ ഇല്ല നിങ്ങളുടെ മനസ്സിൽ. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവണു പറഞ്ഞാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവണു. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് നല്ലത് വെച്ചാ അതാണ് നിങ്ങളിപ്പോൾ ചൂസ് ചെയ്യണത്. ഇവിടെ ഇമോഷൻസ് കുറവാണ് ക്വീൻ ഓഫ് സോർഡ്സിൽ, പക്ഷെ പ്രാക്ടിക്കൽ എനർജിയാണ് കൂടുതൽ. അപ്പോൾ ഞാൻ കാണുന്നത് നിങ്ങൾ ഒരു യങ്ങർ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ഒരു യങ് ഫയർ സൈൻ ഇവിടെ കാണാണ്ട് ഈ പേഴ്സൺ നിങ്ങളെക്കാട്ടിലും ഏജ് വൈസ് കുറവായിരിക്കും. അതല്ല വെച്ചാൽ ഈ പേഴ്സന്റെ ബിഹേവിയർ കുറച്ചൊരു ഇമ്മച്യൂർ മാതിരി ആയിരിക്കാം. ഒരു കുട്ടിക്കളി മാതിരി, ഒരു പേജ് ഓഫ് വാൻസ്. ഓക്കെ, അത്ര സീരിയസ് അല്ലാത്ത ഒരു പേഴ്സന്റെ എനർജിയാണ് പേജ് ഓഫ് വാൻസ്. ആൻഡ് ഇവിടെ നൈൻ ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ പേജ് ഓഫ് വാൻസ് നിങ്ങളുടെ ഒരു സുഹൃത്തായിരിക്കാം, അതല്ല ഒരു കുട്ടിയും ആവാം. പറഞ്ഞാൽ നിങ്ങൾ മാരിഡ് ആണ് ആൻഡ് നിങ്ങളുടെ കുട്ടികളുണ്ട് വെച്ചാൽ നിങ്ങളുടെ ഒരു ചെറിയ കുട്ടിയുടെ എനർജിയും ആവാം പേജ് ഓഫ് വാൻസ്. പക്ഷെ എന്തായാലും ഈ മാസം ഞാൻ ഇവിടെ ഒരു സിംഗിൾ ഇൻഡിപെൻഡന്റ് എനർജിയാണ് കാണുന്നത് നൈൻ ഓഫ് പെന്റിക്കിൾസിൽ. അപ്പോൾ ഫിനാൻഷ്യലി ഈ മാസം നല്ല സമയമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ
ഇമോഷണലി ഞാൻ കാണുന്നത് അത്ര ഇമോഷൻസ് ഇല്ല, കുറെ പ്രാക്ടിക്കൽ ആയിട്ടാണ് കാര്യങ്ങൾ നിങ്ങൾ ഡീൽ ചെയ്യണത്. പാസ്റ്റിൽ 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ പാസ്റ്റിൽ ഏതോ ഒരു കാര്യത്തിന് നിങ്ങൾ വെയിറ്റ് ചെയ്യണു. ഇതൊരു ഫിനാൻഷ്യൽ കാര്യമായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. മേ ബി ഒരു പേഴ്സണിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. 3 ഉണ്ട് ഇവിടെ ആൻഡ് നൈറ്റ് ഓഫ് സോഡ്സ് ഉണ്ട്. അപ്പോൾ എന്തോ ഒരു അൺഎക്സ്പെക്റ്റഡ് കാര്യം ഉണ്ടായി പാസ്റ്റിൽ. ഓക്കെ, പാസ്റ്റിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഒരു പേഴ്സണിന് വേണ്ടിയിട്ട്, അവരുടെ മെസ്സേജ് ഇല്ലാച്ച കോളിന് വേണ്ടിയിട്ട്. ആൻഡ് അത് വന്നപ്പോൾ ഒരു സഡൻ ഔട്ട്കം ആയിരുന്നു അതിൻ്റെ. അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പറഞ്ഞാൽ ചില അറിയാത്ത കാര്യങ്ങൾ, ഒരു സീക്രട്ടായി കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. അപ്പോൾ ഈ സിറ്റുവേഷൻ്റെ കാരണം ഈ കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരു ക്രോസ് റോഡ്സിലാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ എന്താ വേണ്ടതെന്ന്, നിങ്ങൾക്ക് എന്താ ഡിസിഷൻ എടുക്കേണ്ടതെന്നാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഫെബ്രുവരി മാസത്തിൽ ഡിസൈഡ് ചെയ്യാൻ പോണേ. നിങ്ങളുടെ അടുത്ത് ചോയ്സസ് ഉണ്ട്, പക്ഷെ ഏത് ചോയ്സാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിയായ ചോയ്സ്, അതാണ് ഇവിടെ നിങ്ങളുടെ മനസ്സിലുള്ളത്. എംപറർ ഉണ്ട് ഇവിടെ. ഇതൊരു ജോബിൻ്റെ കാര്യമായിരിക്കാം. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് പുറമെ പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും, ഇല്ലച്ചാൽ വേറൊരു ജോലിയുടെ ഓഫർ ഉണ്ടാച്ചാൽ മേ ബി നിങ്ങൾക്ക് ഫാമിലി ഇവിടെ ഉണ്ട് ആൻഡ് ജോലി വേറെ എവിടെയാണ്. അപ്പം ആ ഒരു ഡിസിഷൻ ആയിരിക്കും എടുക്കേണ്ട. അത് ഇവിടെയാണോ നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ട, ഇല്ലച്ചാൽ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വേറെ ഒരു പുതിയ സ്ഥലത്ത് കൊണ്ടുപോകേണ്ട വെച്ചാൽ അത് ആക്സെപ്റ്റ് ചെയ്യണോ, അത് ആക്സെപ്റ്റ് ചെയ്യണ്ടേ എന്നുവെച്ചാൽ നിങ്ങളുടെ ഫാമിലി ഇവിടെയാണ്, നിങ്ങൾ അവിടെ ആയിരിക്കും. അതല്ല വെച്ചാൽ നിങ്ങൾക്കൊരു മാരേജ് പ്രപ്പോസൽ ആണ് വരണ വെച്ചാൽ ഈ പേഴ്സൺ പുറമേന്നായിരിക്കും, ഇല്ലച്ചാൽ വേറൊരു സിറ്റി, വേറൊരു സ്ഥലത്തിനായിരിക്കും. ആൻഡ് അതാണ് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഡിസിഷൻ എടുക്കേണ്ടത്. അത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകണോ വേണ്ടേന്ന്. ഇപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടേ ഉള്ളൂ, ഒരു ജോലിയുടെ എക്സാമ്പിൾ ആൻഡ് ഒരു പേഴ്സണൽ ലൈഫിന്റെ എക്സാമ്പിൾ. പക്ഷെ ഇത് എന്താ വേണമെച്ചാവാം ഈ 2 ഓഫ് വാൻഡ്സ്. ഓക്കെ, ഈ ഡിസിഷൻ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങളത് അപ്ലൈ ചെയ്യാം. പക്ഷെ ഇവിടെ എന്തോ ഒരു ഡിസിഷൻ ഉണ്ട് ആൻഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യണം. അപ്പോൾ ടോറസും ഏരീസ് എനർജി ഇവിടെ കാണാണ്ട്. ഫ്യൂച്ചറിൽ ഹേർമിറ്റ് എനർജിയാണ് ഇവിടെ. ഹേർമിറ്റ് ഒരു ഐസൊലേഷൻ്റെ എനർജിയാണ്, ഒരു പഠിക്കണ എനർജിയാണ്. മേ ബി നിങ്ങൾ ഫർദർ സ്റ്റഡീസ് ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നുണ്ടാവും. അതല്ല വെച്ചാൽ നിങ്ങൾ ഒരു ജോലി വിടാനുള്ള തീരുമാനം എടുക്കുന്നുണ്ടാവും. ഇല്ല വെച്ചാൽ ഒരു സിറ്റുവേഷനെ വിട്ടിട്ട് വേറെ ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാനുള്ള തീരുമാനമായിരിക്കും എടുക്കുന്നുണ്ടാവുക. എന്നുവെച്ചാൽ ഇവിടെ എന്തോ ഒരു എൻഡിങ് ഉണ്ട്. ഈ ഡിസിഷന്റെ കാരണം നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ ഒരു ലോങ് ടേം ഡിസിഷൻ ആണ്. അതിൻ്റെ കാരണം എന്തോ എൻഡായിട്ട് ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് ഇത് കുറച്ചൊരു ഷോക്കിംഗ് ഡിസിഷൻ ആയിരിക്കും. എന്നുവെച്ചാൽ അതിൻ്റെ കാരണം ചിലവർക്ക് ഒരു ഷോക്ക് ഉണ്ടാവും, അത് നിങ്ങൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു എന്ന്. പക്ഷെ ഈ യൂണിവേഴ്സ് ഇവിടെ പറയണത് എന്താ വെച്ചാൽ എല്ലാം കൂടിയും ഇത് പറഞ്ഞ ഒരു ബാലൻസ് ഡിസിഷൻ ആയിരിക്കും ആൻഡ് അത് ഡെസ്റ്റിനിയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനെ പറഞ്ഞ വേറൊരു ചോയ്സ് ഇല്ല ആക്ച്വലി നിങ്ങൾക്ക്. ആൻഡ് നിങ്ങൾ എടുത്ത ഡിസിഷനും ശരിയായ ഡിസിഷനാണ്. ഓക്കെ, പറഞ്ഞ എടുക്കാൻ പോണ ഡിസിഷൻ ഇതൊരു ഫ്യൂച്ചർ എനർജിയാണ്. അപ്പൊ ജസ്റ്റിസ് ഇവിടെ ലീബ്ര ഉണ്ട്, സ്കോർപ്പിയോ ഇവിടെ ടവർ ഇവിടെ സ്കോർപ്പിയോ ഉണ്ട് ആൻഡ് ഹേർമിറ്റ് ഇവിടെ വെർഗോ എനർജി ഉണ്ട്. അപ്പൊ നമ്മൾക്ക് വേറൊരു എക്സ്ട്രാ കാർഡ് എടുക്കാം. ഈ ഡിസിഷൻ എന്താണ്? ഈ ടവർ ഇവിടെ എന്താണ്? ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ഉണ്ട് ഇവിടെ. ആൻഡ് ഏസ് ഓഫ് കപ്സ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഏതോ ഒരു റിലേഷൻഷിപ്പ് വിട്ടിട്ട് വേറെ പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് ആയിരിക്കും പൂണ്ടാവുക. ഓറൽസ് ഒരു ഫാമിലി സിറ്റുവേഷനെ വിട്ടിട്ട് ഒരു പുതിയ ജോലി ഇല്ലെങ്കിൽ ഒരു പുതിയ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, ഒരു മാരേജ് പ്രപ്പോസൽ. പക്ഷെ എന്തോ ഒരു വലിയ ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നുണ്ട് ഈ മാസം. 9 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ചാലഞ്ച്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താ വെച്ചാൽ നിങ്ങളുടെ ഒരു ഡ്രീം ഉണ്ട്. നിങ്ങൾക്ക് എന്തോ നിങ്ങൾ എപ്പോഴും ഒരു ഡ്രീം ഉണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് ഇങ്ങനെ ലൈഫ് വേണം, ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വേണം, ഇങ്ങനെ ഒരു ജോലി വേണം എന്ന്. ആ ഡ്രീം ഓൾമോസ്റ്റ് ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്. പക്ഷെ അതിൽ ഒരു ബ്ലോക്ക് ഉണ്ട്, ഒരു ചെറിയൊരു ബ്ലോക്ക്. ആ ബ്ലോക്ക് എന്താ വെച്ചാൽ നിങ്ങളുടെ ഈ ഡിസിഷനാണ്. നിങ്ങൾക്ക്
നിങ്ങൾ എടുക്കാൻ പോണ ഈ ഡിസിഷൻ എന്നുവെച്ചാൽ അവിടെയാണ് കൺഫ്യൂഷൻ ഉള്ളത്. അവിടെയാണ് നിങ്ങളുടെ മനസ്സിൽ കുറേ ഓപ്ഷൻസ് ഉള്ളത്. നിങ്ങൾക്ക് അറിയില്ല എന്താ വേണ്ടതെന്ന്. ആൻഡ് നിങ്ങളുടെ മനസ്സിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ല. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. നിങ്ങളുടെ അഡ്വൈസ് പേജ് ഓഫ് കപ്സ് ആണ്. യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളുടെ മനസ്സിൻ്റെ വോയിസ് പറഞ്ഞ ഒരു ഇൻറ്റ്യൂഷൻ ഫോളോ ചെയ്യാനാണ് പറയണത്. നിങ്ങൾക്ക് എന്താ ഇഷ്ടം, നിങ്ങൾക്ക് എന്താ ശരിയായി തോന്നുന്ന വെച്ചാൽ അത് ചെയ്യുക. പേജ് ഓഫ് കപ്സ് എന്തോ ഡെഫിനറ്റ്ലി ഇവിടെ എൻഡ് ആവുന്നുണ്ട്. പക്ഷെ അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവില്ല വെച്ചാൽ അത് പിന്നെ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും. അപ്പൊ എന്തോ ഇവിടെ ഒരു ചോയ്സ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ. നിങ്ങൾക്ക് അറിയാം ഈ ചോയ്സ് നിങ്ങൾക്ക് കുറെ ഹാപ്പി ആക്കുമെന്ന്. പക്ഷെ ആ ചോയ്സ് എടുക്കുമ്പോൾ എന്തോ നിങ്ങൾ വിട്ടു പോണു. അതിൽ പക്ഷെ ഒരു ചോയ്സ് ഇല്ല. ഓക്കെ, ഒരു കാര്യം ചൂസ് ചെയ്യാൻ മറ്റേ കാര്യം നിങ്ങൾക്ക് വിടേണ്ടി വരും. ആൻഡ് നിങ്ങൾക്ക് അറിയാം ആ ചോയ്സ് എന്താണെന്ന്. ആ ചോയ്സ് നിങ്ങൾ എടുക്കില്ല വെച്ചാൽ ചെയ്യില്ല വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും അതൊരു റിഗ്രറ്റ് ഉണ്ടാവും. അത് ചൂസ് ചെയ്തില്ല, അത് ഞാൻ ചെയ്തില്ല, ആ റിഗ്രറ്റ് എപ്പോഴും ഉണ്ടാവും. 8 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ. അപ്പോൾ 8 ഓഫ് കപ്സ് ഒരു വാക്കിംഗ് അവയുടെ എനർജിയാണ്. ഏതൊരു സിറ്റുവേഷനിൽ നിങ്ങൾ ഹാപ്പി അല്ല ആൻഡ് നിങ്ങൾ വാക്ക് അവേ ചെയ്യാൻ പോകുന്നുണ്ട്. അത് അറിയാത്ത ഫാക്ടർ പറഞ്ഞാൽ ഹിഡൻ ഫാക്ടറിലാണ്, സർപ്രൈസ് ഫാക്ടറിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മാസം. അപ്പോൾ എന്തോ ഒരു ബാഗേജ്, ഒരു ബേർഡൻ നിങ്ങൾ എൻഡ് ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകണം. നിങ്ങളൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കണം ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം അവിടെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഹാപ്പിനെസ് ഉള്ളത്. അതാണ് നിങ്ങൾക്ക് എപ്പോഴും വേണ്ടിയ ഒരു ഇതായിരുന്നു പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഡ്രീം ചെയ്ത് അതായിരുന്നു. ആ ഡ്രീം ചെയ്ത ഔട്ട്കം അതായിരുന്നു. അപ്പോൾ എന്തോ നിങ്ങൾ വിട്ടിട്ട് മുമ്പോട്ട് പോണു. ഓക്കെ, ആൻഡ് ഔട്ട്കം നിങ്ങളുടെ വേൾഡ്. അപ്പോൾ വലിയ ചേഞ്ചസ് ഉണ്ട് ഈ മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ ട്രാവൽ ഉണ്ട്. ട്രാവലിൻ്റെ കുറേ കാർഡ്സ് ഉണ്ട്. എന്തോ നിങ്ങൾ ലൈഫിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോകണു, ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകണു. ഇവിടെ ഒരു ലവ് മെസ്സേജ് ഉണ്ട്. 10 ഓഫ് പെന്റിക്കിൾസ് ഫാമിലിയുടെ എനർജിയാണ്. പക്ഷേ സ്റ്റെബിലിറ്റിയുടെ എനർജിയും കൂടിയാണ്. ഫിനാൻഷ്യലി ഞാൻ പറഞ്ഞ മാതിരി നല്ല സമയമാണ് ഈ മാസം. പക്ഷേ എന്തോ ഇവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു വിഷമമുണ്ട്. പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കും ആ ഡിസിഷൻ എടുക്കാൻ. ആൻഡ് 4 ഓഫ് സോർഡ്സ് ഇവിടെ ഹെൽത്തിൻ്റെ ഇഷ്യൂ ആയിരിക്കാം. അപ്പോൾ ഹെൽത്തിൻ്റെ കാര്യത്തിലും കുറച്ച് സൂക്ഷിക്കണം. ഇത് മെൻ്റൽ ഹെൽത്ത് ആവാം. മെൻ്റൽ ഹെൽത്ത് അല്ല വെച്ചാൽ ഫിസിക്കൽ ഹെൽത്ത്. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജസ്? അപ്പോൾ ഇവിടെ ടോറസ്, ലീബ്ര, വെർഗോ, സ്കോർപ്പിയോ, അതൊക്കെയാണ് മേജർ സൈൻസ് ഇവിടെ കാണുന്നത്. ഏരീസ് ഉണ്ട്, എക്വേരിയസ് ഉണ്ട്. അപ്പം എന്താണ് ഇവിടെ നിങ്ങളുടെ മെസ്സേജ്? കംഫർട്ട്, ഷോ യുവർ സെൽഫ് സം ലവ്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് കുറേ ക്രിട്ടിക്കൽ ആവാണ്ടേ ഇരിക്കാന്നാണ് പറയണത്. സെൽഫ് ലവ് കാണിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നതും കുറേ ഒരു ക്രിട്ടിസൈസ് ചെയ്തിട്ടാണ്. സെൽഫ് ക്രിറ്റിസിസം കുറേ ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സ് പറയേണ്ടത് എന്താ വെച്ചാൽ അത്രയും പറഞ്ഞാൽ കുറച്ചൊരു ലവ്, സെൽഫ് ലവ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതെല്ലാം ഡിസേർവ് ചെയ്യണ, നിങ്ങൾ ഡിസേർവ് ചെയ്യേണ്ട ഈ ഡ്രീംസും വിഷസ് ഒക്കെ ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്. അത് നിങ്ങൾ ഡിസേർവ് ചെയ്യണ കാര്യമാണ്. അപ്പോൾ അതിൽ ഇത്ര ഗിൽട്ടി ഫീൽ ചെയ്യാൻ റീസൺ ഇല്ല. നിങ്ങൾ ചെയ്യണത് നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. നിങ്ങൾ ചൂസ് ചെയ്യണത് നിങ്ങളുടെ ഹാപ്പിനെസ് ആണ്. അതിൽ ചിലവർക്ക് ചിലപ്പോൾ ഒരു ഷോക്ക് ഉണ്ടാവും, അത് നിങ്ങൾ ഇങ്ങനെ ചൂസ് ചെയ്തു എന്ന്. പക്ഷെ ഫൈനലി നിങ്ങൾക്ക് ആ ഡിറക്ഷനിലേക്ക് തന്നെ ആണ് യൂണിവേഴ്സ് പുഷ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ സെൽഫ് ലവ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അക്വേരിയസ്, ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണലായിട്ട് റീഡിങ് വേണം വെച്ചാൽ കോൺടാക്ട് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.